നിയമസഭാ പരിസ്ഥിതി സമിതി വിലങ്ങാട് സന്ദർശിച്ചു. ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങൾ കാണാനും പഠനം നടത്താനുമാണ് സന്ദർശനം. ഉരുൾപൊട്ടൽ നാശം വിതച്ച വിലങ്ങാട് രാവിലെയോടെയാണ് നിയമസഭാ പരിസ്ഥിതി സമിതി അംഗങ്ങൾ സന്ദർശിച്ചത്. EK വിജയൻ ചെയർമാനായ സമിതിയിൽ 8 അംഗ MLA-മാരാണ് ഉൾപ്പെടുന്നത്. രാവിലെ 9 മണിയോടെ എത്തിയ സംഘം വിലങ്ങാടും പരിസര പ്രദേശങ്ങളിലും സന്ദർശിച്ചു. വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി കാര്യങ്ങൾ പരിശോധിച്ച് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും. പുനരധിവാസം നടപ്പിലാക്കുന്നതിനൊപ്പം സ്ഥലം വാസയോഗ്യമാണോ എന്ന കാര്യവും നിയമസഭാ പരിസ്ഥിതി സമിതി പരിശോധിക്കുന്നുണ്ട്. റിപ്പോർട്ട് നിയമസഭയിലും അവതരിപ്പിക്കും. ഇനി എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്തു എന്ന് ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച ചെയ്ത് പൊതുവായി ജനങ്ങളുടെ പരാതികളും ഒക്കെ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ്റിന് റിപ്പോർട്ട് സമർപ്പിക്കും. റിപ്പോർട്ട് നിയമസഭയിൽ അവതരിപ്പിക്കും. യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യേണ്ടത് ഏതൊക്കെയാണ് എന്നും തുടർന്ന് സ്ഥിരം സംവിധാനങ്ങൾ, പുനരധിവാസം ഉൾപ്പെടെ വീടുകൾ തീരെ നഷ്ടപ്പെട്ടു പോയവർ അല്ലെങ്കിൽ ഇനി താമസിക്കാൻ കഴിയാത്ത ആളുകൾ എന്ന നിലയ്ക്ക് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സമീപനം ഇതിന്റെ ഭാഗമായി കൈക്കൊള്ളുന്നത്. മേപ്പാടിയിലെ അതേ പരിഗണന വിലങ്ങാട്ടെ ദുരിതബാധിതർക്കും നൽകുമെന്ന് മന്ത്രി K. രാജനും വ്യക്തമാക്കി. വയനാട് ജില്ലയിലെ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ ഉരുൾപൊട്ടൽ നാശനഷ്ടമുണ്ടായ കുടുംബങ്ങൾക്ക് നൽകിയിരുന്ന താൽക്കാലിക താമസത്തിനുള്ള വാടക മരണപ്പെട്ടയാളുടെ നിയമപരമായ അവകാശികൾക്ക് STRF-ൽ നിന്ന് പുറമെ CMDRF-ൽ നിന്ന് കൊടുക്കുന്ന എക്സ്ഗ്രേഷ്യ ഉൾപ്പെടെ എല്ലാ ധനാശ്വാസവും ഇവിടെ വാണിമേൽ ഗ്രാമപഞ്ചായത്തിലെ 9, 10, 11 വാർഡുകളിലെയും നരിപ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 3-ലെയും ദുരന്തബാധിതരായ ആളുകൾക്കും കുടുംബങ്ങൾക്കും നൽകാനും ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. പ്രദേശത്തെക്കുറിച്ച് കൂടുതൽ പഠനത്തിനായി കോഴിക്കോട് NIT-യിൽ നിന്നുള്ള വിദഗ്ധ സംഘം അടുത്ത ആഴ്ച വിലങ്ങാട് എത്തുന്നുണ്ട്. കൈരളി ന്യൂസ്, കോഴിക്കോട്.